പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. VOC TV ചാനൽ 24 hours ഇതിൽ കൂടി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഇതിൽ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് ഒരുമിച്ച് വിഷയങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് എനിക്കും നിങ്ങൾക്കും വളരെ അനുഗ്രഹപ്രദമാണെന്ന കാര്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവകൃപയാൽ നമ്മുടെ മിഷൻ എക്സ്പോ ഒക്കെ വളരെ അനുഗ്രഹമായി സമാപിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു, ബലപ്പെടുത്തി. അനേകർ കടന്നു വരുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തതിനോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് മിഷൻ എക്സ്പോയിൽ 3 ദിവസങ്ങളിൽ പകൽ ക്രമീകരിച്ച ക്ലാസ്സുകൾ വളരെ അനുഗ്രഹപ്രദമായിരുന്നു. അതിന് തുടർമാന ക്ലാസ്സുകൾ നമുക്ക് ഓൺലൈനിൽ കൂടി നമുക്ക് ശ്രവിക്കാവുന്നതാണ്. നിങ്ങൾ ആ ക്ലാസ്സുകൾ നിങ്ങളുടെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് മുഖേന നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ആ ക്ലാസ്സുകൾ നിങ്ങൾ മിസ്സാവാതെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിന്റെ 18 മുതൽ വാക്യങ്ങൾ നിങ്ങളുമായി ഒരു ചെറിയ ഭാഗം ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിന്റെ 18 മുതൽ വാക്യങ്ങൾ. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങൾ കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനങ്ങളൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും. പൗലോസ് ആസ്യ സഭയിൽ നിന്ന് വിടവാങ്ങി പോകുമ്പോൾ, അവിടുന്ന് വിട്ടുപോകുമ്പോൾ ഒരു സെൻഡ് ഓഫ് എന്നോണം തന്നെ അയക്കുന്ന ശുശ്രൂഷയിൽ ആ ഒരു മീറ്റിംഗിൽ, ആ കൂടിവരവിൽ പൗലോസ് ആസ്യ സഭയോട് പറയുന്ന മർമ്മ പ്രധാനമായ ചില കാര്യങ്ങളാണ് ഈ ഒരു വേദഭാഗത്ത് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 18 മുതൽ 38 കൂടിയ വാക്യങ്ങൾ 38 കൂടിയ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവസാനം 38-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞ് അവൻ മുട്ടുകുത്തി അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു, എല്ലാവരും വളരെ കരഞ്ഞു, ഇനിമേൽ അവന് മുഖം കാണുകയില്ലെന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ച് പൗലോസിനെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവന് ചുംബിച്ച് കപ്പലോളം അവന് കൂടെ വന്ന് അവനെ യാത്ര അയച്ചു. അങ്ങനെ പൗലോസ് അപ്പോസ്തലനെ വളരെ സ്നേഹത്തോടെ ആസ്യ സഭയിൽ നിന്ന് യാത്ര അയക്കുന്ന ഒരു യാത്രാവേളയിൽ പൗലോസ് അപ്പോസ്തലൻ ആ സഭയോട് പറയുന്ന തന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്ന ചില മർമ്മ പ്രധാനമായ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുകയാണ്, അതിന്റെ 18-ാം വാക്യത്തിന്റെ സെക്കൻഡ് ഭാഗം, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ എങ്ങനെ ഇരുന്നു വന്നു. അപ്പോസ്തലൻ ആസ്യ സഭയിൽ ഏഷ്യ മൈനറിൽ വന്ന നാൾ മുതൽ എങ്ങനെ ഇരുന്നുവെന്നാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഞാൻ ആസ്യ സഭയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ എങ്ങനെ ഇരുന്നുവെന്നു. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, താൻ ആയിരിക്കുന്ന ഇടത്ത് അല്ലെങ്കിൽ താൻ ശുശ്രൂഷിക്കുന്ന ആ സഭ, ആ സ്ഥലം, അവിടെ താൻ എങ്ങനെ ഇരുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഞാനും നിങ്ങളും ദൈവം ഓരോ സ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലും ആക്കി വെച്ചിട്ടുണ്ട്. എന്നെ കുന്നംകുളത്തായിരിക്കാം, നിങ്ങൾ പക്ഷെ തൃശ്ശൂരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പക്ഷെ തിരുവല്ലയിലായിരിക്കാം. പക്ഷെ നിങ്ങളെ എന്നെ ദൈവം എവിടെ ആക്കി വെച്ചിരിക്കുന്നു,
അവിടെ എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടത്? അവിടെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ ആക്കിയ സ്ഥലത്ത് ഇവിടെ പൗലോസ് പറയാണ്, ഞാൻ വന്ന 1 നാൾ മുതൽ നിങ്ങൾ കൂടെ എങ്ങനെ ഇരുന്നു എന്നും. അപ്പോൾ ഒരു ദൈവ പൈതൽ ഒരു സ്ഥലത്ത് വസിക്കുമ്പോൾ, താമസിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ അവിടെ എങ്ങനെ ഇരുന്നു എന്നും, നിങ്ങളെ ആക്കിയ ഇടം, നിങ്ങൾ ആക്കിയ സ്ഥലം, നിങ്ങൾ ആക്കിയ ഓഫീസ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിദ്യാലയം, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ, ആ ഏരിയയിൽ, ആ സ്ഥലത്ത് നിങ്ങൾ എങ്ങനെ കർത്താവിന് വേണ്ടി ശോഭിച്ചു, നിങ്ങൾ എങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ വലിയ പ്രസംഗനായി വരികയില്ല. പക്ഷെ ദൈവം നമ്മെ ആക്കിയെടുത്ത് അവിടെ കർത്താവിന് വേണ്ടി എത്രമാത്രം ഉപകാരപ്പെടുത്തുവാൻ, കർത്താവിനെ സാക്ഷീകരിക്കുവാൻ നമുക്ക് എത്രമാത്രം കഴിഞ്ഞു എന്ന് നാം ഓരോന്നും ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോസ്തലൻ വാക്കുകൾ വളരെയധികം പ്രധാനപ്പെട്ട വാക്കുകൾ അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ആസി വന്ന 1 നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഇടയിൽ എങ്ങനെ ഇരുന്നു എന്നും. പിന്നെ നാം പറയുകയാണ്, വളരെ താഴ്മയോടുകൂടെ. അടുത്ത വാക്ക് കണ്ണുനീരോടുകൂടെ. വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ ആസ്യയിൽ സഭയിൽ ആയിരുന്നത്. 2 വാക്കുകൾ, രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് താഴ്മ, 2 കണ്ണുനീർ. ഇത് രണ്ടും ഒരു ദൈവ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം നമ്മളെ എവിടെ ആക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് താഴ്മയോടെ കൂടിയിരിക്കാൻ സാധിക്കണം. എങ്കിലേ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന, നമ്മൾ സാക്ഷീകരിക്കുന്ന, നമ്മൾ പ്രസംഗിക്കുന്ന യേശുവിനെ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയത്തുള്ളൂ. താഴ്മ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മൾ ഉന്നത വ്യക്തിയാണ്, ഞാൻ ഒരു വലിയ സംഭവമാണ് എന്നത് മറ്റുള്ളവരെ അറിയിക്കലല്ല നമ്മൾ ശുശ്രൂഷ പറയുന്നത്. മറിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ ആകുമ്പോഴാണ് നമ്മൾ പ്രസംഗിക്കുന്ന, നമ്മൾ സാക്ഷീകരിക്കുന്ന യേശുവിനെ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അതിന് പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളെ ഇടയിരിക്കുമ്പോൾ തന്നെ വളരെ താഴ്മയോട് കൂടിയായിരുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ ഒട്ടുമിക്ക ദേവദാസന്മാരും വളരെ പദവിയും പോസ്റ്റും ഉന്നത നിലവാരത്തിലുള്ളവരാണ്. ഇവരാർക്കും താഴ്മയോടെ ഇരിക്കുവാൻ, ഒരു ദാസനായിരിക്കുവാൻ, ദൈവത്തിന്റെ ഒരു വിലപ്പെട്ട ദാസനായിരിക്കുവാൻ അത് കഴിയുന്നില്ല. യേശു കർത്താവ് തന്റെ പെസഹ ദിനത്തിൽ തോർത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാൽ കഴുകിയ ആ വലിയ ശുശ്രൂഷ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരോട് താഴ്മയോടും വിനയത്തോടും ദാസന്മാരിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഈ ഒരു മനോഭാവം നമുക്ക് വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് യഥാർത്ഥമായും യേശുവിനെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത്. യേശു അല്ലെങ്കിൽ കർത്താവ് നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത് സ്വർഗത്തിന്റെ അംബാസഡറായി നിൽക്കാനാണ് കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്. യേശുവിനെ ലോകത്തെല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ യേശുവിൻ ദാസൻ പറയുമ്പോൾ എന്നിൽ യേശുവിന്റെ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ എന്നാണ് ജനം നോക്കുന്നത്. യേശുവിനെ കുഴപ്പം പറയുന്നത് നമ്മുടെ ജീവിതത്തിന് കുഴപ്പം പറയുന്നത്. യേശുവിനെ പ്രസംഗിക്കുന്ന എന്നിലും നിങ്ങളിലുമാണ് കുഴപ്പമെന്ന് പറയുന്നത്. അതിന് പൗലോസ് പറയുന്ന ഒരു ഉപദേശമാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വളരെ താഴ്മയോടായിരുന്നു. രണ്ടാമത്തെ പദം പറയുന്നത് കണ്ണുനീരുണ്ടായിരുന്നു. തനിക്ക് ഒരു വലിയ ആത്മഭാരത്തെ കാണിക്കുന്നതാണ്.
ഒരു ദൈവവൈദ്യ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവന്റെ ഉള്ളത്തിൽ ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം ഉണ്ടാകണം. താൻ രണ്ടാം കൊരിന്ത്യർ എഴുതുമ്പോൾ അവസാനമായി പറയുന്നുണ്ട്, താൻ പലവിധ തരത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ച ശേഷം പറഞ്ഞ ശേഷം എനിക്ക് സർവ സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം തിരക്കാൻ അലട്ടിയിരുന്നു. സഭകളെ കുറിച്ച് ചിന്താഭാരം. നമ്മൾ ഉന്നതയിൽ പ്രസംഗ വ്യക്തിയായിരിക്കാം, വലിയ കൺവെൻഷൻ പ്രസംഗനായിരിക്കാം, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഒരു ആത്മഭാരം കടന്നു വരണം. നാം പ്രസംഗിക്കുന്നത് ബുദ്ധിയിൽ പ്രസംഗിച്ച കാര്യമില്ല. നാം പ്രസംഗിക്കുന്നത് ആത്മാവിൽ പ്രസംഗിക്കുന്ന. ആത്മാവിൽ പ്രസംഗിക്കുമ്പോഴാണ് കേൾക്കുന്നവർക്ക് ഒരു കുത്തുകൊള്ളുകയുള്ളൂ. അതിന് എനിക്ക് നിങ്ങൾക്കും ഒരു താഴ്മയും വിനയവും കണ്ണുനീരും ആവശ്യമാണ്. എങ്കിലേ നമ്മുടെ പ്രസംഗം, നമ്മുടെ സന്ദേശം മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ആസ്യയിൽ വന്ന ശേഷം ഉണ്ടായ രണ്ട് അനുഭവം പറയാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ ഇരുന്നുവെന്നു, ഒന്ന്. രണ്ടാമത് വളരെ താഴ്മയോടെ കൂടി ഇരുന്നു. രണ്ട്. മൂന്ന്, കണ്ണുനീർ തനിക്കുണ്ടായിരുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ദൈവീയ ശുശ്രൂഷയായിരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകണം. നമ്മൾ വലിയ വലിയ മീറ്റിങ്ങുകളും ക്രൂസൈഡുകളും സംഘടിപ്പിക്കുന്നവരായിരിക്കാം, പക്ഷെ ഉള്ളിൽ ഒരു കുത്തുണ്ടാകണം, ഒരു ഭാരം ഉണ്ടാകണം. ഇന്നത്തെ കൺവെൻഷൻ അല്ല എന്ന് പറയുന്നത് ഒരു മോടി കാണിക്കലാണ്, ഒരു സ്റ്റൈൽ നടത്തിക്കൊണ്ടുന്ന അവസ്ഥയ്ക്ക് എത്തിയിരിക്കുകയാണ്. മറിച്ച് ഒരു ആത്മഭാരം കടന്നു വരാതെയുള്ള ശുശ്രൂഷ അതൊരിക്കലും ഫലവത്താകുകയില്ല. അത് വെറുതെ വെള്ളത്തിൽ വരച്ച് വര പോലെയായിരിക്കും ആ മിനിസ്ട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പോസ്തലൻ മൂന്ന് കാര്യങ്ങളുടെ എടുത്തു പറയാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും. പിന്നെ വാക്ക് പറയാണ്, യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോട് കൂടെ കർത്താവിനെ സേവിച്ചു. അപ്പോൾ നാലാമത്തെ പോയിന്റ് പറയാണ്, യഹൂദന്മാർ തനിക്ക് ഉണ്ടാക്കി കൂട്ടിയിട്ടുള്ള കൂട്ടുകെട്ടുകൾ തന്റെ ശുശ്രൂഷയെ മുന്നോട്ട് നയിക്കാതെ, അല്ലെങ്കിൽ മുന്നോട്ട് ഉള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായിട്ടുള്ള കഷ്ടപ്പാടുകൾ, യഹൂദന്മാർ തനിക്കെതിരായി ഉണ്ടാക്കി വെച്ച കഷ്ടപ്പാടുകൾ, അതിനെതിരെ താൻ നിന്ന് പോരാടി പറയാണ്. അവിടെ ആ കഷ്ടങ്ങൾ കൂടെ എന്ത് ചെയ്തു? ഞാൻ കർത്താവിനെ സേവിച്ചു. കഷ്ടങ്ങൾ വന്നപ്പോ ഓടിപ്പോയില്ല, കഷ്ടം വന്നപ്പോ താൻ മിനിസ് വിട്ടു പോയില്ല, പ്രസംഗം നിർത്തിയില്ല. ആ കഷ്ടങ്ങൾ കൂടെ ദൈവത്തെ സേവിച്ചു എന്ന് പറയാണ്. ഇന്ന് ആർക്കെങ്കിലും കഷ്ടങ്ങൾ സഹിക്കുവാൻ, ബുദ്ധിമുട്ട് സഹിക്കുവാൻ, പ്രയാസപ്പെടുവാൻ, പട്ടിണി കിടക്കുവാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ വന്നിരിക്കാം, എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ പ്രസംഗിക്കാൻ വരാം, എനിക്ക് കാറ് കൊടുത്തയച്ചാൽ ഞാൻ പ്രസംഗിക്കാൻ വരാം, എനിക്ക് ഫ്ലൈറ്റിന് ടിക്കറ്റ് തന്നെ ഞാൻ പ്രസംഗിക്കാൻ വരാം. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ആത്മലോകം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദാസ്യപ്രവൃത്തി ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ ഒരു ദാസന്റെ മനോഭാവമുള്ള ശുശ്രൂഷക്കാർ ഇല്ലാതെ പോയിരിക്കുന്നു. സംഗീത പറയാണ്, ഭക്തന്മാർ അത് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, തനിക്കുണ്ടായ കഷ്ടങ്ങൾ കൂടെ താൻ ദൈവത്തെ സേവിച്ചു. കഷ്ടങ്ങൾ കൂടെ ദൈവത്തെ സേവിച്ചു. നമുക്ക് നമ്മുടെ ഭാഷയിൽ 100 വർഷം മുന്നേ ഈ ബൈബിൾ നമുക്ക് ലഭിച്ചിരിക്കെ, നമുക്ക് അറിയാവുന്ന നമ്മുടെ ഭാഷയിൽ, സ്വന്തം ഭാഷയിൽ നമുക്ക് ബൈബിൾ ലഭിച്ചിരിക്കെ, ഈ സ്വന്തം ഭാഷ ലഭിക്കാത്ത എത്രയോ കോടി ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഒരു സുവിശേഷത്തിന്റെ ഒരു പാട്ട് പോലും അത് തർജ്ജമ ചെയ്യാൻ സാധിക്കാത്ത എത്രയോ ആദിവാസി ഭാഷകളുണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന വിക്ലിഫ് ഇന്ത്യ സംഘടനയുണ്ട്. ആദിവാസി ഇടയിൽ പോയി
താമസിച്ച് അവിടെ ഭാഷ പഠിച്ച് അവർക്ക് വേണ്ടി ഒരു പുതിയ നിയമത്തിന്റെ ഒരു ഭാഗം സർവേ ചെയ്ത് കൊടുക്കുന്ന സംഘടനയാണ് വിക്ലിഫ് ഇന്ത്യ അല്ലെങ്കിൽ IEM, ബൈബിൾ സൊസൈറ്റി ഇന്ത്യ. അപ്പൊ അങ്ങനെ അവർ ഭാഷയിൽ ഇതുവരെയും ബൈബിൾ ലഭിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ഭാഷയിൽ നമുക്ക് ബൈബിൾ ലഭിച്ചിരിക്കെ ഈ സദ്വർത്തമാനം നാം മറ്റുള്ള ജാതികളിലേക്ക് എത്തിക്കുവാൻ എന്ത് ചെയ്തു? ഒരു ചെറുവിലെ കളിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നാം ആയിരിക്കുന്ന സത്യത്വം കൂടെ നമുക്ക് തയ്യാറല്ല. ഇന്ന് ആത്മീയലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ശുഷ്കമായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. സുഖസൗകര്യങ്ങളും വൻമാളികളും വലിയ കാറും നാം ലഭിച്ചപ്പോൾ ആ സുഖത്തിൽ ലയിച്ചു കിടക്കുന്ന ഒരു പറ്റം ആത്മീയ കൂട്ടായ്മക്കാർ കഷ്ടപ്പെടുവാനോ ബുദ്ധിമുട്ടുവാനോ തിരുവചനത്തിന്റെ വ്യാപ്തിക്ക് അധ്വാനിക്കുവാനോ തയ്യാറല്ലാത്ത ഒരു പറ്റ ജനങ്ങൾ നമ്മൾ കണക്ക് പറയേണ്ടി വരും. നമ്മൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദൂത് കേൾക്കുമ്പോഴും ഓരോ കൺവെൻഷനും കേൾക്കുമ്പോഴും ഓരോ കൂട്ടങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും നമുക്കുള്ള ഉത്തരവാദിത്വം കൂടി വരികയാണ്. അതുകൊണ്ട് അപ്പുറത്ത് പറയാണ്, ഞാൻ കഷ്ടങ്ങൾ കൂടെ ഞാൻ ദൈവത്തെ സേവിച്ചു, കഷ്ടപ്പാട് കൂടെ ഞാൻ ദൈവത്തെ സേവിച്ചു. തന്റെ ആവശ്യങ്ങളിൽ താൻ ആരോട് ചോദിക്കാതെ തന്റെ ഈ കൈകളാതെ അധ്വാനിച്ച് പറയുന്നുണ്ട്. അവിടെ സാമ്പത്തിക ആവശ്യം ബുദ്ധിമുട്ട് വന്നപ്പോൾ ആരെയും സമീപിക്കാതെ താൻ സ്വന്തം കൈകളാൽ അധ്വാനിച്ചെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് സപ്പോർട്ടില്ലെങ്കിൽ ചെയ്തു തന്നില്ലെങ്കിൽ നമുക്ക് ശുശ്രൂഷയില്ല. ഇതാണ് എന്താ അവസ്ഥ പറഞ്ഞത്. എന്നാൽ പ്രിയവരെ നാം മനസ്സിലാക്കേണ്ടത്, നമുക്കുള്ള കഷ്ടങ്ങൾ കൂടി തന്നെ നമുക്ക് ദൈവത്തെ സേവിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു വാക്യം പറയാൻ ആഗ്രഹിക്കുന്നത് 20-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 22-ാം വാക്യം, 20-ന്റെ 22-ാം വാക്യം. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണത്തോടും സാക്ഷ്യം പറയുന്നല്ലാതെ അവിടെ എനിക്ക് നിങ്ങളോട് ഒന്നും ഞാൻ അറിയുന്നില്ല. അപ്പോൾ അപ്പോസ്തലൻ ഒരു വാക്കുകളിൽ കടന്നു പറയാണ്, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാണ്. ആത്മാവിൽ ബന്ധിക്കപ്പെടുന്ന അവസ്ഥ. നമ്മുടെ യാത്രകൾ, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ ജോലികൾ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടാൽ തീരണം. എങ്കിലേ അത് ഗുണകരമായി വരത്തുള്ളൂ. നമ്മളൊരു മിഷൻ ട്രിപ്പ് പോകുമ്പോൾ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടനെ പോകണം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൽ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി പോകണം. അതിനർത്ഥം ലോകത്തിന്റെ കൂത്തുകാഴ്ച കാണാൻ പോകുകയല്ല. ആ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടാൻ നമുക്ക് സാധിക്കണം. നാം ട്രെയിൻ യാത്രക്കാരായിരിക്കാം, ബസ് യാത്രക്കാരായിരിക്കാം. പക്ഷെ ആ യാത്ര ചെയ്യുമ്പോൾ അനേകരമായി കണ്ടുമുട്ടുമ്പോൾ അവരോട് ദൈവത്തിന്റെ വചനം പറയുവാനുള്ള ഒരു വാഞ്ച നമുക്കുണ്ടാകണം. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി പോകാൻ സാധിക്കണം. ആ ആത്മാവിൽ ബന്ധിക്കപ്പെടുമ്പോഴാണ് ശുശ്രൂഷ അനുഗ്രഹമായി തീരുകയുള്ളൂ. ഉള്ളിൽ ആത്മാവിന്റെ തീ കത്തണം. ശിഷ്യന്മാർ എമോസ് യാത്രയിൽ അവർ ഉള്ളം കത്തിക്കൊണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു ആത്മാവിൽ കത്ത്, ആത്മാവിന് കുത്ത്, ആത്മാവിന്റെ ഒഴുക്ക്, ആത്മാവിന്റെ അഭിഷേകം നമുക്ക് ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ യാത്രകള്, നമ്മുടെ ജീവിതം ഗുണപ്പെടുകയുള്ളൂ. യാത്ര ഉദ്ദേശിച്ചത് ബസ് യാത്ര മാത്രമല്ല, നമ്മുടെ ജീവിതയാത്രയാണ്. നമ്മൾ കാണാറുണ്ട്, ഇന്നലെ കാളിന്നു ഞാനൻ പ്രിയ നാടിനോ ഏറ്റമടുത്തായതിന എത്രയാനന്ദം. ഇന്നലേക്കാൾ നാം ഇന്ന് ഒരു പടി കൂടി നാം സ്വർഗത്തോട് അടുക്കുകയാണ്. അതിനർത്ഥം നമ്മുടെ യാത്രയാണ്. ആ യാത്ര, ആ ജീവിതയാത്ര ആത്മാവിയുടെ യാത്ര തീരണം. എങ്കിലേ ഗുണകരമായി തീരത്തുള്ളൂ. മറ്റുള്ളവർക്ക് കർത്താവിനെ കാണിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഒരു ഭാരം കടന്നു വരണം.
ഈ ശുശ്രൂഷയെ കുറിച്ച് ഒരു ഭാരം കടന്നു വരണം. ആർക്കാനും വേണ്ടി ഓക്കാനിക്കലല്ല ശുശ്രൂഷ പറയുന്നത്. നമുക്കൊരു സ്വയമേ ഒരു ഒരു ആത്മഭാരം, ഒരു ആത്മബന്ധനം, ഒരു ആത്മ തളർച്ച നമുക്കുണ്ടാകണം. എങ്കിലേ ശുശ്രൂഷ ഗുണപ്പെടുകയുള്ളൂ. ഇന്ന് കേരളത്തിൽ ഏകദേശം ഡിസംബർ മുതൽ ഏപ്രിൽ വരെ വിവിധ സഭകളുടെ കൺവെൻഷനാണ്, ഒത്തിരി തിരക്കുകളാണ്. ഈ 4-5 മാസം ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ കൺവെൻഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് ജനം മാനസാന്തരപ്പെടുന്നില്ല? എന്തുകൊണ്ട് ജനം മാറ്റം വരുന്നില്ല? എന്തുകൊണ്ട് ഭാരതം സുശ അറിയുന്നില്ല? ആത്മാ തളർച്ചയില്ല, മറിച്ച് മസിൽപ്പോറ് കാണിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ മിനിസ്ട്രി പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ആരെയും കുറ്റപ്പെടുത്താണ്ട് പറയല്ല. നമ്മൾ ഉള്ളൊരു ആത്മാ തളർച്ച വരട്ടെ, ഒരു ആത്മ അഭിഷേകം വരട്ടെ. നിങ്ങൾ ഉപവസിക്കൂ, പ്രാർത്ഥിക്കൂ, കണ്ണു കൊടുക്കൂ, രാത്രി ആകുമ്പോൾ എഴുന്നേൽക്കൂ, പ്രാർത്ഥിക്കൂ. നമ്മൾ ശുശ്രൂഷയ്ക്ക് മാറ്റം വരും. ജനം മനസ്സപ്പെടും, സഭയിൽ അംഗങ്ങൾ കൂടും. സ്തോത്രം. ഞാൻ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലൻ ആസ്യ സഭയിൽ വന്ന 1-ാം നാൾ മുതൽ ഉള്ള അനുഭവത്തെ കുറിച്ച് ഇവിടെ പറയുകയാണ്. ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരൂശലേമിൽ പോവുകയാണ്. അവിടെ കഷ്ടങ്ങളും പ്രയാസവും എന്നെ കാത്തിരിക്കുന്നു. കൂടാതെ അവിടെ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒന്നും തനിക്ക് അറിയത്തില്ല. താൻ ആത്മാവിലാണ് താൻ പോകുന്നത്. അതുകൊണ്ട് ഒരു മുൻകൂർ വിധി, ഒരു മുൻകൂർ പ്ലാനിങ് അവിടെ ആവശ്യമില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവാണ് പൗലോസിനെ വഴി നടത്തുന്നത്. നമ്മുടെ ജീവിതവും നമ്മുടെ ശുശ്രൂഷയും ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരായി, ആത്മാവിൽ ബന്ധപ്പെട്ട് യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.